ഹായ് മക്കളെ, ഹായ്. എല്ലാവരും റെഡി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കല്ലേ? സോ മിസ് ഇന്നും വന്നിട്ടുള്ളത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറഞ്ഞ ചാപ്റ്റർ കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും റെഡി ആയിട്ട് ഉഷാറായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഫയർ ഇമോജി അല്ലെങ്കിൽ ഒരു ന്യൂട്ടന്റെ ആപ്പിളോ എന്തെങ്കിലും ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്താടാ നോക്കട്ടെ. യെസ് യെസ്, എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് സ്പേസ്. ബഹിരാകാശം എന്നാൽ എന്താണ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു വാക്വം അല്ലെ? ഒരു വലിയൊരു വാക്വം ആണ് സ്പേസ് എന്ന് പറയുന്നത്. സ്പേസ് ഈസ് എ ഹാർഡ് വാക്വം വിതൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ് ബഹിരാകാശം. അവിടെ നമുക്ക് എയർ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ബ്രീത്ത് ചെയ്യാനൊന്നും എയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ, അറ്റ്മോസ്ഫിയർ ഇല്ല. അതിന്റെ അപ്പുറമുള്ള ഒരു ഏരിയ, വാക്വം ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പഠിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ആർ കോൺസ്റ്റലേഷൻസ്. നക്ഷത്ര ഗണങ്ങൾ എന്നാൽ എന്താണ്? നമ്മൾ ആകാശത്ത് എപ്പോഴും കുറെ നക്ഷത്രങ്ങൾ കാണാറുണ്ട്. ഈ നക്ഷത്രങ്ങളെയൊക്കെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ പല ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർ ക്ലസ്റ്റേഴ്സ്, നക്ഷത്ര കൂട്ടങ്ങളാണ് കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്ര ഗണങ്ങൾ. കുറച്ചുകൂടെ വിപുലീകരിച്ച് നമുക്ക് ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ constellations are groups of stars imagined into shapes by joining them together using lines. അത് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ കോൾഡ് കോൺസ്റ്റലേഷൻസ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. യെസ്, ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഇമേജസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നക്ഷത്ര ഗണങ്ങളുടെ ചിത്രങ്ങൾ പരിശോധിക്കുക. 2 ഇമേജ് തന്നിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഇതിൽ ഫസ്റ്റ് വൺ ഏത് സ്റ്റാർ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഏത് കോൺസ്റ്റലേഷൻ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ. കാരണം ഫസ്റ്റ് വൺ ഭയങ്കര സിമ്പിൾ ആണ്, അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇമേജ് വരുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. സോ ഫസ്റ്റ് വൺ ഏതാണ്? പല പേരുകൾ വരുന്നുണ്ടല്ലോ. യെസ് യെസ്, ദാറ്റ് ഈസ് അത് നമുക്ക് അറിയാം, അത് ഓറിയോൺ ദ ഹണ്ടർ ആണ്. സെക്കൻഡ് വൺ 7 സ്റ്റാർസിനെ കാണാൻ പറ്റുന്നുണ്ട്. സോ അത് എന്തായിരിക്കും? അത് സപ്തർഷീസ് ആണ്. ഇതിന് റിലേറ്റ് ചെയ്തൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 3 എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിഫൈ ദ നെയിംസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ ഇമേജസ്. ചിത്രങ്ങളിലെ നക്ഷത്ര കൂട്ടങ്ങളുടെ പേരെഴുതുക. ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു, അത് എന്തൊക്കെയായിരുന്നു? ഓറിയോൺ ദ ഹണ്ടറും അതുപോലെ തന്നെ സപ്തർഷീസും ആയിരുന്നു. ഇൻ വിച്ച് മന്ത് ക്യാൻ ദ കോൺസ്റ്റലേഷൻ ഇൻ ദ ഇമേജ് 1 ബി സീൻ ഇൻ ദ സ്കൈ. ചിത്രം 1 നക്ഷത്ര സമൂഹം ഏത് മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക? ചിത്രം 1 എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഓറിയോൺ ദ ഹണ്ടർ ആയിരുന്നു. ഓറിയോൺ ദ ഹണ്ടർ ഏത് മാസത്തിലായിരിക്കും കാണാൻ കഴിയുക? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഓറിയോൺ ദ ഹണ്ടർ വരുന്നത് ഏത് മാസമായിരിക്കും? ആക്ച്വലി മിക്ക സമയത്തും കാണാറുണ്ട്, ബട്ട് ഒരു പെർട്ടിക്കുലർ മാസത്തിലാണ് അത് വരുന്നത്. യെസ്, അത് ഡിസംബർ. കറക്റ്റ് ആണ് കേട്ടോ, ഡിസംബർ മാസത്തിലാണ്. ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ഇമേജ് 2. രണ്ടാമത്തെ ചിത്രത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? അത് സപ്തർഷീസ് ആണ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ എണ്ണം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 7. ഓക്കെ, അപ്പൊ ഇമേജ് 1 ഓറിയോൺ ആയിരുന്നു, ഇമേജ് 2 സപ്തർഷീസ് ആയിരുന്നു. ബിയിൽ ചോദിച്ചിരുന്നത് ഇമേജ് 1 കാണുന്നത് ഏത് മാസമാണ്? അത് ഡിസംബർ ആണ്. സി വരുന്നത് 7 നക്ഷത്രങ്ങളാണ് സപ്തർഷീസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്. ഇത് എപ്പോഴും എക്സാമിന് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട, എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്? അത് എപ്പോഴും ഡാർക്ക് സ്കൈ ആയിരിക്കണം, ക്ലൈമറ്റ് നല്ലതായിരിക്കണം, ടെമ്പറേച്ചർ അങ്ങനെ വെതർ കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കണം കേട്ടോ. ടെലസ്കോപ്പ് വേണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഒരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഡാർക്ക് സ്കൈ ആയിരിക്കണം, ഇരുണ്ട ആകാശമായിരിക്കണം. ഇത് എപ്പോഴും തിരിഞ്ഞു. വെതർ കണ്ടീഷൻസ്, അനുകൂല കാലാവസ്ഥയും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് ദ സോഫ്റ്റ്വെയർസ് ദാറ്റ് ഹെൽപ്സ് us in sky watching. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? 2 സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ 2 എണ്ണത്തിനെയും ഒരിക്കലും മിസ് ചെയ്യരുത്. കെ സ്റ്റാറും സ്റ്റെല്ലേറിയം. ഇതിപ്പോ തന്നെ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കെ സ്റ്റാറും സ്റ്റെല്ലേറിയം സിമ്പിൾ അല്ലടാ, 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന് വേഗം മാർക്ക് ചെയ്യാം കേട്ടോ. ദെൻ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് സ്പേസ് സ്റ്റേഷൻ എന്താണ്? എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ഔട്ടർ സ്പേസ് ടു കണ്ടക്ട് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഫ്രം സ്പേസ്. ബഹിരാകാശത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള ലാബുകളൊക്കെ ഉണ്ട്. അതുപോലെ സ്പേസിൽ നിന്നുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാനും അതിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പ് ആണ് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കണം, ഡെഫിനിഷനായിട്ട് തന്നെ അത് പഠിക്കാനുള്ളതാണ് കേട്ടോ.
Then, what problems can be faced by the people who reach the space station for experiments? പരീക്ഷണങ്ങൾക്ക് മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പേസ് എന്ന് പറയുന്നത് എയറോ വെള്ളമോ വാട്ടറോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നോ എയർ, വായു ഇല്ല, ഒന്നാമത്തെ കാര്യം. ഹെൽത്ത് ഇഷ്യൂസ്, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മെന്റൽ പ്രഷർ, മാനസിക സമ്മർദ്ദം. ടെക്നിക്കൽ ഇഷ്യൂസ്, സാങ്കേതിക പ്രശ്നങ്ങൾ. സേക്ക് ഓഫ് ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, ഇതൊന്നും, ഭക്ഷണം, വെള്ളം, ഇതൊന്നും കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇതിൽ കുറച്ചൊരു 3-4 നിങ്ങൾ പഠിച്ചു വെക്കാം. നമുക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സ്പേസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി ആ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? യെസ്, ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. എക്സസൈസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാം. നമ്മുടെ ബോഡി പെട്ടെന്ന് വീക്കായി പോകും. സോ നമ്മൾ എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാം. വ്യായാമത്തിനായിട്ട് ടെമ്പറേച്ചർ റെഗുലേറ്റേഴ്സ്, ടെമ്പറേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോവാ. സ്പേസ് സ്യൂട്ട് വെയർ ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബഹിരാകാശ വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ ബഹിരാകാശത്തേക്ക് പോകാൻ. നമ്മളല്ലാണ്ട് പോകാനും പോകുന്നില്ല. ഓക്കെ, യെസ്. ഇനി അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് സാറ്റലൈറ്റ്സ്. എന്താണ് ഉപഗ്രഹങ്ങൾ? സാറ്റലൈറ്റ്സ് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൌണ്ട് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാണ്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എർത്തിന്റെ, ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉപഗ്രഹം ഏതാണ് ഗൈസ്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. അത് അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാണ് കേട്ടോ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓക്കെ, യെസ്, എല്ലാവരും പറഞ്ഞു അത് മൂണാണ് അല്ലെ, ചന്ദ്രനാണ്. ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. രാത്രിയിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടും വലുതായിട്ടും കാണാൻ പറ്റുന്നത് മൂണിനെയാണല്ലേ. അതെന്തായിരിക്കും അങ്ങനെ അല്ലെ? വാട്ട് കുഡ് ബി ദ റീസൺ? എന്തുകൊണ്ടാണ് ചന്ദ്രൻ നമുക്ക് വലുതായിട്ടും ബ്രൈറ്റ് ആയിട്ടും കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ നോക്കാം. ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു എർത്ത്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലെ. നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ കുറേ സ്റ്റാർസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടും വലുതായിട്ടും കാണുന്നത് ചന്ദ്രനാണ്. ബിക്കോസ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് അത് മൂണാണ് അല്ലെങ്കിൽ ചന്ദ്രനാണ്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, മൂൺ ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ വലുതായിട്ടും കാണാൻ പറ്റുന്നത്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ? ചന്ദ്രന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കുറേ പ്രത്യേകതകളുണ്ട്. സ്ഫെറിക്കൽ ഷേപ്പാണ്, ഒരു ഉരുണ്ട ഷേപ്പാണ്. ദെൻ നോ അറ്റ്മോസ്ഫിയർ, അവിടെ നമുക്ക് അന്തരീക്ഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നോട്ട് സെൽഫ് ലൂമിനസ്, അത് വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്വന്തമായിട്ട് പ്രകാശിക്കുന്നില്ല, സ്വയം പ്രകാശിക്കുന്നില്ല. ചന്ദ്രന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നുമില്ല, ആള് കടം മേടിച്ചിട്ടാണ് പ്രകാശിക്കുന്നത് അല്ലെ. നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റിനെ അതിന്റെ മേലെ വന്ന് തട്ടി അത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂൺ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. സ്വന്തമായിട്ട് അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സെൽഫ് ലൂമിനസ് അല്ല. അടുത്ത പോയിന്റ് എന്താണ്? നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹം അല്ലെ. ഭൂമിനെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ആരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്ത ഉപഗ്രഹമാണ് എന്ത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. റൊട്ടേറ്റ്സ് ഇറ്റ്സെൽഫ്, പിന്നെ സ്വയം ആള് തിരിയുന്നുണ്ട്, ഭൂമിയുടെ ചുറ്റിനും കറങ്ങുന്നുണ്ട്. ആള് സ്വയം തിരിയുന്നുണ്ട്, അതുപോലെ ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കുറച്ച് പോയിന്റ്സ്, നമ്മുടെ മൂണിനെ കുറിച്ചുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത്. ഈ ഫിഗറും തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഡാഷ്. ഏതാണ് ആ സ്റ്റാർ ഗൈസ്? ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രശ്നമായിരിക്കും. ഏതാണത്? യെസ്, ഓക്കെ, സൺ അല്ലെങ്കിൽ സൂര്യനാണ് നമ്മുടെ എർത്തിനോട് ഏറ്റവും ക്ലോസ് ആയി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സൺ. ഓക്കെ, കുറേ സ്റ്റാർസ് നമുക്ക് ആകാശത്ത് കുറേ സ്റ്റാർസ് ഇങ്ങനെ ടിങ്കിൾ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സൂര്യനാണ്. യെസ്, ഓക്കെ, സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Then, how to differentiate the stars and other celestial bodies? നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചോ, ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ്. സ്റ്റാർസും ബാക്കിയുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റാർസിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവരിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർ സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊന്നും സെൽഫ് ലൂമിനസ് അല്ല, അവർക്കൊന്നും സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ദ ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ്സ്
റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ. അവരെങ്ങനെയാണ് ഈ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്? അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല, പക്ഷെ അവർ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ബിക്കോസ് അവരുടെ നേരേക്ക് വരുന്ന ലൈറ്റിനെ അവർ റിഫ്ലക്ട് ചെയ്യുന്നു, അവർ പ്രതിപദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവർ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇനി സ്റ്റാർസിനെയും അതുപോലെ ബാക്കിയുള്ളവരെയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? while observing the sky we see the stars twinkling whereas the planets shine without twinkling. അതായത് സ്റ്റാർസ് നമുക്ക് ഇങ്ങനെ ട്വിങ്കിൾ മിന്നുന്നതായിട്ട് കാണാൻ പറ്റും, ബാക്കിയുള്ളവർ മിന്നാതെ വെറുതെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ മിന്നുന്നവരെയൊക്കെ നമുക്ക് സ്റ്റാർസ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ എന്തായിരിക്കും, നന്നായിട്ട് മിന്നുന്ന സ്റ്റാർസ് ഉണ്ടാവും. നമുക്ക് ഏറ്റവും നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് സണ്ണാണല്ലേ. സണ്ണ് പക്ഷെ മിന്നുന്നില്ല, ബിക്കോസ് എന്താ, നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് സണ്ണിന് മിന്നുന്നതായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. യെസ്, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം, സൗരയൂഥം. അതിന്റെ ഡെഫിനിഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ, സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം എന്ന് പറയുന്നത് കേട്ടോ. അതിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് ടോട്ടൽ? സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്ന് കമന്റ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ വക ഒരു പുഞ്ചിരി. ഓക്കെ, എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? യെസ്, ടോട്ടൽ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ അല്ലെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക എന്തായിരിക്കും, വീനസിന്റെയും മാർസിന്റെയും ഇടയിലുള്ള പ്ലാനറ്റ് ഏതാണ്? അപ്പൊ നമുക്ക് അറിയണ്ടേ, ഓർഡർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേതാണത്? അത് എർത്ത് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ അങ്ങനെ ഓർഡറിൽ തന്നെ പഠിക്കാം. യെസ്, the path of the celestial bodies is called the orbit. ഓർബിറ്റിന്റെ ഡെഫിനിഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കണം. ജസ്റ്റ് സിമ്പിൾ ഡെഫിനിഷൻ, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. സെലസ്റ്റിയൽ ബോഡീസ് ഒരു പ്രത്യേക പാത്തിലായിരിക്കും, ഒരു പ്രത്യേക വഴിയിലൂടെ ആയിരിക്കും അവർ സഞ്ചരിക്കുന്നത്. അവരുടെ ആ സഞ്ചാര പാത അല്ലെങ്കിൽ അവരുടെ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ പരിക്രമണ പദം എന്ന് പറയുന്നത്. അത് ആ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഒന്ന് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിനെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? നമുക്ക് കുറേ കാര്യങ്ങളല്ലേ, കുറേ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഭൂമിയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ സാറ്റലൈറ്റുകളാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സാറ്റലൈറ്റുകളാണ്. ഓക്കെ, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭൂമിയുടെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങി കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് ഇൻഫോർമേഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അവരെന്ത് വിളിക്കാം? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കാം. നമ്മൾ ഉണ്ടാക്കിയതല്ല, വെറുതെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നവരാണെങ്കിൽ അത് നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് കേട്ടോ. മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹാവ് ബീൻ സെന്റ് ടു ദ സ്പേസ്. നമ്മൾ ഉണ്ടാക്കിയ കുറേ ക്യാമറാസും കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലേ. ദേ കോൺസ്റ്റന്റ്ലി റിവോൾവ് അറൌണ്ട് ദ സൺ. അവർ കണ്ടിന്യൂസ് ആയിട്ട് എർത്തിന്റെ ചുറ്റും, ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. മനുഷ്യരുണ്ടാക്കി എടുത്തിട്ടുള്ള ഈ യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചാലാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ ഡെഫിനിഷൻ ആവുള്ളൂ. അത് അങ്ങനെ തന്നെ പഠിക്കേണ്ട വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം, കുറച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ അത് തന്നെ നോക്കാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ്. അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, വാർത്താവിനിമയത്തിനാണ് യൂസ് ചെയ്യുന്നത്. എഡ്യൂസാറ്റിന്റെ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഫംഗ്ഷൻ എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസത്തിനാണ്. IRNSS നാവിഗേഷൻ ആണ്, ഗതി നിർണ്ണയത്തിനാണ്. ഇത് മക്കളെ ഇതെന്തായാലും പഠിച്ചു വെക്കണം, ബിക്കോസ് ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഈ പ്രൈമറി പർപ്പസ് എഴുതാനായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, IRNSS നാവിഗേഷൻ അല്ലെങ്കിൽ ഗതി നിർണ്ണയം. കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ഭൗമ നിരീക്ഷണത്തിന്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാർട്ടോസാറ്റ്. ആസ്ട്രോസാറ്റ് അതിലും പേരിൽ തന്നെ ഉണ്ട്, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, എന്താ പറയുക, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. GSAT 7 അല്ലെങ്കിൽ എമിസാറ്റ് എന്നും പറയാം, ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്തായാലും അതിന് കറക്റ്റ് നേരെ വരുന്ന പ്രധാന ഉപയോഗം എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിൽ നമുക്കൊരു സ്കിപ്പിംഗ് ഇല്ല. ദെൻ റോക്കറ്റ് ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ആയിക്കോട്ടെ, സ്പേസ് ക്രാഫ്റ്റ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പേസിൽ പോയിരിക്കില്ല അല്ലെ. അങ്ങനെ അവരെ സ്പേസിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടുന്ന ഒരു വെഹിക്കിൾ, ഒരു വണ്ടി, ഒരു എന്താ പറയുക, ഒരു വാഹനം മാത്രമാണ് നമ്മുടെ റോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ റോക്കറ്റ് പോട്ടെ. ദെൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് ദ ഇന്ത്യൻ സ്പേസ്, എവിടെ the Indian Space Research Organization, ISRO. Indian Space Research Organization എന്താണ്? സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻസ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനും അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും അതൊക്കെ പെർഫോം ചെയ്യുന്നതിനും സ്പേസിലേക്ക് പോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള
കാര്യങ്ങൾ പ്ലാനിങ്ങും എല്ലാം ചെയ്യുന്നത്, അതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ പേരാണ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISRO എന്ന് പറയുന്നത്. ISROയുടെ ഫുൾ ഫോം എന്തായാലും പഠിക്കണം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന സ്ഥലമാണ് ISRO. ISROയുടെ ബേസിലായിരിക്കുള്ളൂ ഇന്ത്യയിലുള്ള എല്ലാ സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങളും. ഓക്കെ, ഇനി അടുത്തത് യെസ്, കളക്ട് ദ നെയിംസ് ഓഫ് ദ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അതർ കൺട്രീസ്. ബാക്കി രാജ്യങ്ങളുടെ, ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, ഇനി ബാക്കി രാജ്യങ്ങളുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ സ്പേസിനെ കുറിച്ച് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസികളുടെ പേരാണോ. USA നമുക്ക് ഇന്ത്യക്ക് ISRO ഉള്ള പോലെ USA എന്തുണ്ട്, നാസ ഉണ്ട്, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ ഉണ്ട്. അത് നാസ ഭയങ്കര ഫേമസ് ആണ്. നാസയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ചന്ദ്രനിലൊക്കെ പോയത്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ തന്നെ കുറേ സയന്റിസ്റ്റുകളൊക്കെ നാസയിൽ നിന്നാണ് എന്താ പറയുക സ്പേസ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുള്ളത് കേട്ടോ. ദെൻ യൂറോപ്പിന് ESA ഉണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്ന ESA ഉണ്ട്. ജപ്പാന് JAXA, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ഉണ്ട്. റഷ്യക്ക് റോസ്കോസ്മോസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ചൈനക്ക് CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻസികളുടെ ഒരു 1-2 ഒക്കെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. USA നമ്മൾ എന്തായാലും മറക്കില്ല, നാസ മറക്കില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് ആണ്. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റോക്കറ്റ് വിടാനായിട്ട്, റോക്കറ്റ് വെറുതെ എവിടെയെന്നെങ്കിലും വിടാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിൽ നിന്നും വിടാൻ പറ്റില്ലല്ലോ. റോക്കറ്റ് വിടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പ്ലേസസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഒന്നാമത്തത് തുമ്പ, അല്ലെ, തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തൊക്കെയാണ്, തിരുവനന്തപുരത്താണുള്ളത്. അത് 1963 ലോഞ്ച് ചെയ്തത്. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആയിരുന്നു ഇന്ത്യയുടെ. അതുപോലെ തന്നെ സൗണ്ട് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമത്തതാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ അത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. 1971 അത് സ്ഥാപിതമായത്. ISROയുടെ പഴയ ചെയർമാനായിട്ടുള്ള സതീഷ് ധവാന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചന്ദ്രയാത്രകൾ. അതിൽ തന്നെ നമുക്കറിയാം നാസയിൽ നിന്നാണ് നാസ പുറപ്പെടുവിച്ച എന്താ പറയുക അപ്പോളോ 11 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റിൽ ആസ്ട്രോണറ്റ്സ് ആയിട്ടുള്ള നീൽ ആംസ്ട്രോങ്സും എഡ്വിൻ ആൽഡ്രിനും അതുപോലെ മൈക്കൽ കോളിൻസും ചേർന്ന് 1969 ജൂലൈ 21 ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിന്റെ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2018 ആദ്യത്തെ ചന്ദ്രയാൻ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 1 പുറപ്പെടുന്നത്. അത് ഒരു 100 കിലോമീറ്റേഴ്സിൽ നിന്നുകൊണ്ട് കുറെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് 2019 ലോഞ്ച് ചെയ്തത്. അത് രണ്ടാമത്തെ ആയിരുന്നു. ആൻഡ് അത് നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള സോയിൽ റോക്സ്, അല്ലെ, കല്ലിനും മണ്ണും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ദെൻ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് നമ്മുടെ മൂണിന്റെ സൗത്ത് പോളിലേക്ക് ആദ്യമായിട്ട് പോയ ഒരു ലോഞ്ചിങ് മിഷൻ ആയിരുന്നു അത്. ആൻഡ് അത് 2023 ജൂലൈ 14 പുറപ്പെട്ടിട്ട് 2023 ഓഗസ്റ്റ് 23 അവിടെ എത്തിയത്. അവിടെ ചെന്നിട്ട് അതവിടെ നമ്മുടെ എന്തായിരുന്നു റോവർ അവിടെ ചെന്നിറങ്ങി കുറെ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് കുറച്ച് മിഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഒബ്ജക്റ്റീവും തന്നിട്ടുണ്ട്. ഇവിടെ മാർസ് എക്സ്പെഡിഷന് യൂസ് ചെയ്യുന്നത് ഏത് മിഷൻ ആണ്? ചന്ദ്രൻ, അതായത് നമ്മുടെ ചന്ദ്രയാൻ മിഷൻസ് കൂടാതെ തന്നെ നമുക്ക് സ്പേസിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് മിഷൻസ് വേറെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ മിഷൻസിന്റെ പേരും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് മാർസ് എക്സ്പെഡിഷൻ, ചൊവ്വ പര്യവേഷണത്തിന് നമ്മൾ പുറപ്പെടുവിച്ച ഏത് ദൗത്യമായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അടുത്തത് നമുക്ക് ആദിത്യ L1, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ബിയിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ എയും ബിയും എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ പറയൂ. മാർസ് എക്സ്പെഡിഷൻ ചൊവ്വ പര്യവേഷണത്തിന് നമ്മൾ അയച്ച ദൗത്യത്തിന്റെ പേര് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് വേഗം കമന്റ് ചെയ്യാം കേട്ടോ. അത് ആ പേരിൽ തന്നെ ഉണ്ട്, അത് വളരെ സിമ്പിൾ ആണ്, ഭയങ്കര ഫേമസും ആണ്. ഓക്കെ, എന്തായിരുന്നു അത്? അത് മംഗളയാൻ ആയിരുന്നു. അതേസമയം ആദിത്യ L1 എന്ന് പറയുന്നത് സോളാർ എക്സ്പെഡിഷൻ, അല്ലെ, നമ്മൾ സൗര്യ പര്യവേഷണത്തിന് വേണ്ടിയിട്ട് അയച്ച ഒരു ദൗത്യം കൂടിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ ഇയേഴ്സ് ഒക്കെ എന്തായാലും പഠിക്കണം കേട്ടോ. നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 ഇയേഴ്സ് പറഞ്ഞു, അതൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ചന്ദ്രനിൽ കാലുകുത്തിയത് നാസയുടെ ആ ഒരു ദൗത്യത്തെക്കുറിച്ചും പറഞ്ഞു, അതെല്ലാം ഒന്ന് പഠിക്കണം. ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസിന്റെ ഒക്കെ പേര്, അതിൻ്റെയൊക്കെ സ്ഥലം എവിടെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ കുറച്ച് ഡെഫിനിഷൻസും അറിഞ്ഞിരിക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടായിരിക്കും മിസ് വരുന്നത്. അതുവരേക്കും